ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ 555 ടാറോ ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. പിന്നെ റീഡിങ് കിട്ടാത്ത ആൾക്കാർ വിഷമിക്കേണ്ടതില്ല. ഉറപ്പായിട്ടും ഇന്നലെ കിട്ടാത്ത ആൾക്കാർക്ക് ഇന്നത്തോടു കൂടി തരുന്നതായിരിക്കും. സോ ഡിസ്കൗണ്ട് ഇനിയിപ്പോൾ 2 ദിവസവും കൂടി അവൈലബിൾ ആയിരിക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് തീരുന്നതായിരിക്കും. പിന്നെ നെക്സ്റ്റ് മന്ത് ഉണ്ടാവുകയുള്ളൂ. സോ ഡിസ്കൗണ്ട് റേറ്റിൽ പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഒരു അദൃശ്യ ശക്തി നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള പ്രണയബന്ധത്തിൽ ചില അത്ഭുതങ്ങൾ കൊണ്ടുവരാൻ പോകുന്നു. എന്താണ് ആ അത്ഭുതം? ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മുഴുവനുമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും ഈ പേഴ്സണിന് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ, നിങ്ങൾ ഈ വ്യക്തിയെ കാത്തിരിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അത് മാത്രമല്ല, ഒരു അദൃശ്യ ശക്തി എന്താണ്, ആ ഒരു എനർജി ഏതാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. കൂടുതലും നിങ്ങളുടെ പേഴ്സണെ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കാർഡ്സ് എടുത്തത്. ചിലപ്പോൾ നിങ്ങളുടെ എനർജിയും ഇവിടെ വരാം, ചിലപ്പോൾ ചുറ്റുപാടുള്ള എനർജീസും ഇവിടെ വന്നേക്കാം. പക്ഷെ കൂടുതലും നിങ്ങളുടെ പേഴ്സണെ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് എടുത്തിരിക്കുന്ന കാർഡ്സ് ആണ്. ബാഗേജ് ആണ്. ഇമോഷണൽ ബാഗേജ് ക്യാൻ വേ ഡൗൺ റിലേഷൻഷിപ്പ്, അൺപാക്ക് ഇറ്റ്. യെസ്, അതായത് ഈ പേഴ്സൺ കാരണം നിങ്ങൾ ഒരുപാട് ഹേർട്ട് ആയിട്ടുണ്ട് എന്ന് ഈ പേഴ്സണെ നന്നായിട്ട് അറിയാം. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഒരുപാട് നിങ്ങളെ ഇമോഷണൽ പരമായിട്ട് ഭയങ്കരമായിട്ട് ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ ക്ലിയർ ആയിട്ട് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ വളരെ നന്നായിട്ട് തന്നെ ഈ പേഴ്സൺ വളരെ വിഷമങ്ങൾ വളരെ ഭാരത്തോടു കൂടി, അതായത് ഭയങ്കര ഭാരപ്പെട്ട് ആ ഒരു വിഷമം മനസ്സിൽ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഭാരം അത് മനസ്സിൽ വെച്ചുകൊണ്ട് ആണ് ഈ പേഴ്സൺ നടക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്, വിഷമിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് എന്താ പറയാ, നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പശ്ചാത്താപം അത് ഭയങ്കരമായിട്ടുള്ളൊരു ഏറ്റവും വലിയൊരു ശിക്ഷയാണ് അല്ലെ, പശ്ചാത്താപം എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ആ ചെയ്തത് തെറ്റായി പോയി, അല്ലെങ്കിൽ ഞാൻ ആ ചെയ്തത് വളരെ മോശമായി പോയി എന്ന് ചിന്തിക്കുന്ന ആ ഒരു നിമിഷം തന്നെയാണ് ഏതൊരു മനുഷ്യന്റെയും ആ ഒരു നെഗറ്റീവായിട്ടുള്ള ആ ഒരു അവസ്ഥ. അതുകൊണ്ട് തന്നെ മനസ്സിൽ വന്നിരിക്കുന്ന ആ ഒരു ഭാരം, അതായത് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് മനസ്സിൽ വന്നിരിക്കുന്ന ഒരു ഭാരം, അതിലൂടെയാണ് ഈ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇമോഷണൽ ബാഗേജ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ടേക്ക് നോട്ട് ഓഫ് ഇൻഡ്യൂട്ടീവ് മെസ്സേജസ്. കാരണം ഇവിടെ സ്പിരിച്വലി വളരെയധികം കണക്റ്റഡ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. അത് ഈ പേഴ്സൺ ആയിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ. മേ ബി ഇത് ആരുടെ എനർജിയിലാണ് കൂടുതലും വരുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ചിലപ്പോൾ 2 പേരുടെയും എനർജിയിൽ വരാം, നിങ്ങൾക്കും വരാം നിങ്ങളുടെ പേഴ്സണും വരാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് വരാം. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇൻഡ്യൂട്ടീവ് മെസ്സേജസ് ആണ്. അതായത് മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ, മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്ന ചില അറിവുകൾ, ഇതാണ് നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നത്. അതായത് മനസ്സിൽ ഇപ്പൊ നമുക്ക് തോന്നിക്കുമല്ലോ, അതായത് ഇപ്പൊ ആ പേഴ്സൺ, ആ വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയുടെ മുഖം വരും, അല്ലെങ്കിൽ ആ പേഴ്സണെ കുറിച്ചുള്ള ഓർമ്മകൾ വരും, അല്ലെങ്കിൽ ആ പേഴ്സണെ ഓർക്കുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നിങ്ങളുടെ കൺമുന്നിൽ സംഭവിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നത്തിലോ നേരിട്ടോ അല്ലാതെയോ സംഭവിക്കും. ഇതൊക്കെയാണ് വളരെയധികം ഇൻഡ്യൂട്ടീവ് മെസ്സേജസ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങളെ ഓർത്ത് ഈ വ്യക്തി കരയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്ന് പറയുന്നത് പോലെ ചിലപ്പോൾ അങ്ങനെയുമായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സണെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ ഈ പേഴ്സണെ ഓർത്ത് വിഷമിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നു, ഈ പേഴ്സന്റെ കോളിന് അല്ലെങ്കിൽ മെസ്സേജിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു.
ഈ ഒരു സാഹചര്യമാണെങ്കിൽ പോലും നമുക്ക് ഇത് തന്നെയാണ് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ഇൻഡ്യൂട്ടീവ് മെസ്സേജസ് ഭയങ്കരമായിട്ട് അത്ഭുതകരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നമുക്ക് ആ ഒരു സ്നേഹത്തിനോടുള്ള തീവ്രത അതിഭയാനകരമായിട്ട് വർദ്ധിച്ചു വരുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു ഇൻഡ്യൂട്ടീവ് മെസ്സേജസ് ഉണ്ടാവുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഓപ്പൺനെസ് ആണ്. അതായത് ഇവിടെ ഈ പേഴ്സൺ മനസ്സിലാക്കുന്ന ഒരു സത്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മറച്ചു വെച്ചിട്ട് ഒരു കാര്യവുമില്ല. ഓക്കെ, മനസ്സിൽ വെച്ചിട്ട് ഓരോന്നും മറച്ചു വെച്ചിട്ട് ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ്. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സത്യസന്ധമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ്. ഓക്കെ, പക്ഷെ ഈ ഒരു കാര്യം നിങ്ങൾ മാത്രമാണ് ആഗ്രഹിച്ചിരുന്നത്. ഈ പേഴ്സൺ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ പേഴ്സൺ പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് തുറന്ന് പറഞ്ഞിരുന്നില്ല. ഓക്കെ, അപ്പോ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ മാത്രം ആവശ്യമായിരുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ നിങ്ങളോട് മനസ്സ് തുറക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് എന്താ പറയാ ഇവിടെ തീരുമാനിക്കുന്നത്. അപ്പൊ ആ ഒരു മനസ്സ് തുറന്ന് സംസാരിക്കണം എന്നുള്ള ഒരു ചിന്ത അത് ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട്. കാരണം ഈ വ്യക്തി ഇപ്പോൾ ടോട്ടലി ഒറ്റപ്പെട്ടു. അപ്പൊ ഒറ്റപ്പെട്ടപ്പോ ഈ വ്യക്തി ഇപ്പൊ ചിന്തിക്കുന്നത്, ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒറ്റപ്പെട്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒറ്റപ്പെട്ടിരുന്നിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ്, ഞാൻ ആരോട് സംസാരിക്കാനാണ്, ഞാൻ ആരോട് മനസ്സ് തുറക്കാനാണ്, ഇതാണ് ഈ പേഴ്സൺ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ പേഴ്സൺ നിങ്ങൾക്ക് മുന്നിൽ മനസ്സ് തുറക്കാനും എന്തെങ്കിലും ആയിക്കോട്ടെ എല്ലാ കാര്യവും നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയാം എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ പേഴ്സൺ സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഹൈഡ് അവേ എന്നാണ്. അതായത് വേണ്ടാത്ത കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കാനും, വേണ്ട കാര്യങ്ങൾ ചേർത്ത് പിടിക്കാനും, വേണ്ടാത്ത വ്യക്തികളെ മൈൻഡ് ചെയ്യാണ്ടിരിക്കാനും, കാരണം അവരെ എന്നേക്കുമായിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാനും, വേണ്ട ആൾക്കാരെ ചേർത്ത് പിടിക്കാനും എന്താ പറയാ ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഈ പേഴ്സൺ ഒരു സ്വന്തമായിട്ട് ഒരു വ്യക്തിത്വം ഇല്ലാതെ, തീരുമാനമില്ലാതെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, അങ്ങോട്ട് ചാഞ്ഞ് ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ പോയിരുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ ഇതിലൂടെ ഈ വ്യക്തിക്കൊന്നും നേടാൻ സാധിക്കുന്നില്ല. പകരം നെഗറ്റീവ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സന്റെ ആ ഒരു പരാജയത്തിൽ നിന്നും തന്നെ ഈ പേഴ്സൺ മനസ്സിലാക്കുകയാണ്, ഞാൻ ഇങ്ങനെയല്ല പോകേണ്ടത്, ഇതല്ല എൻ്റെ രീതി. ഓക്കെ, അപ്പൊ ഈ ഒരു ചിന്താഗതിയും കൂടിയാണ് ഈ പേഴ്സൺ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സ്വന്തമായിട്ടൊരു വഴി, അതായത് മറ്റു പലവരുടെയും കൂടെ പോകുന്ന വഴിയല്ല, സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി, സ്വന്തമായിട്ടൊരു വഴി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ പേഴ്സൺ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ വാവ്, കാളിയമ്മ, യെസ്, ഭദ്രകാളിയമ്മ, ചെമ്പരത്തിപ്പൂവാണ് കാളിയമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലവർ. ആൻഡ് ഓൾസോ നിങ്ങൾ ചെമ്പരത്തിപ്പൂവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ചെമ്പരത്തിപ്പൂവ് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന, അത് മരുന്നായിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പം നമ്മൾ സാധാരണ തമാശക്ക് പറയാറുണ്ട്, ഇങ്ങനെ വട്ടാണെങ്കിൽ ചെമ്പരത്തിപ്പൂ വെച്ച് നടക്കാം. പക്ഷെ അതൊന്നും അല്ല കേട്ടോ, അതൊക്കെ ജസ്റ്റ് തമാശ, ആ ഒരു കൊമിക്കിന് വേണ്ടി പറയുന്നതാണ്. പക്ഷെ ഇതെന്ന് പറയുന്നത് ആ ഒരു സീരിയസിലേക്ക് വരുമ്പോൾ പല ഔഷധങ്ങൾക്കും കേശ സംബന്ധമായിട്ടുള്ള, നമ്മുടെ മുടി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന, പണ്ട് കാലം മുതൽ തൊട്ട് തന്നെ അല്ലേ, ഞാനൊക്കെ ഇപ്പോഴും യൂസ് ചെയ്യും. അപ്പൊ യൂസ് ചെയ്യുന്നവര് ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇപ്പൊ കുറെയൊക്കെ ഇപ്പോഴത്തെ രീതിയൊക്കെ ആയി. പക്ഷേ സ്റ്റിൽ നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ സൗന്ദര്യത്തിലും ഭയങ്കരമായിട്ട്, അതായത് ഒരുപക്ഷെ നിങ്ങളായിരിക്കാം, നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം, സൗന്ദര്യത്തിലൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുത്ത് മുടിയൊക്കെ നന്നായിട്ട് കെയർ ചെയ്ത് സ്കിന്നൊക്കെ ശ്രദ്ധിച്ച് സ്കിന്നൊക്കെ ക്ലിയർ ആക്കിയിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന ആൾക്കാരായിരിക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആൻഡ് ഓൾസോ നിങ്ങൾ ഭയങ്കര ഫെമിനൈൻ എനർജി ആയിരിക്കാം. അത് നിങ്ങളിപ്പോൾ ഈ റീഡിങ് കാണുന്നവര് സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ, നിങ്ങൾക്ക് ഫെമിനൈൻ എനർജി മുന്നിട്ട് നിൽക്കുന്ന ആൾക്കാരായിട്ട് കാണിക്കുന്നു. അതുകൊണ്ട് ഭദ്രകാളി ദേവി, ദുർഗാദേവി, ചോറ്റാനിക്കരമ്മ, കൊടുങ്ങല്ലൂരമ്മ, ഇങ്ങനെയുള്ള ദേവിമാരെയൊക്കെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരും ആയിരിക്കണം. ഓക്കെ, അതുകൊണ്ട് തന്നെ പേടിയില്ല എന്നുള്ളത് കാണിക്കുന്നു. കാരണം പേടി ഇല്ലാണ്ടിരിക്കുമ്പോൾ മാത്രമാണ് ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ, നിങ്ങളുടെ വിശ്വാസം അവിടെ വിജയിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ, അതായത് എന്നെ ഒരു ദൈവവും പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ലേ, ഒരു ദൈവവും എന്നെ കാത്തുരക്ഷിക്കുന്നില്ലേ എന്നുള്ള സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ സംശയം ഇനി വേണ്ട. കാരണം നിങ്ങളുടെ കൂടെ കാളിയമ്മ ഉണ്ട് എന്നുള്ളതാണ്.
ഓക്കെ. ആൻഡ് ഓൾസോ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദ റിബൽ ആണ്. അതായത് നമ്മൾ എപ്പോഴും നമ്മളെ പോരാളികളാക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ എപ്പോഴും ഒരു വയലന്റ് കാറ്റഗറിയിലേക്ക്, ഭയങ്കര ദേഷ്യം പിടിപ്പിക്കുന്ന വാശിയേറിയ ഒരു കഥാപാത്രത്തിലേക്ക് നമ്മളെ തള്ളിവിടുന്നത് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ആ ഒരു ലെവലിലേക്കാണ് നിങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത്രയും കാലം ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ പേഴ്സൺ ആയിക്കോട്ടെ, വിട്ടുകൊടുത്തായിരുന്നു ശീലം. എല്ലാവർക്കും വിട്ടുകൊടുക്കാം, അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, എനിക്കൊന്നുമില്ല, അങ്ങനെ വിട്ടുകൊടുക്കലായിരുന്നു നിങ്ങളുടെ ആണെങ്കിലും ഒരുപക്ഷെ നിങ്ങളുടെ പേഴ്സന്റെ ആണെങ്കിലും സ്വഭാവം. പക്ഷെ ഇനി നിങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, നിങ്ങൾ റിബൽ ആവുകയാണ്, നിങ്ങളൊരു റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്, നിങ്ങൾ പ്രതികരിച്ചു തുടങ്ങാണ്, നിങ്ങൾ പേടിച്ചിരിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നില്ല, ധൈര്യമായിട്ട് മുന്നോട്ട് കുതിച്ചോടാൻ താല്പര്യപ്പെടുകയാണ്. അങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുകയാണ്. അങ്ങനെ തളർന്ന് തകർന്ന് വീണ് കിടക്കേണ്ട ആളല്ല ഞങ്ങളെന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണ്. ആൻഡ് ഓൾസോ നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഒരു ഫെമിനൈൻ പവർ, അതായത് കാളിയമ്മ, ദുർഗാദേവി, ഇത്തരം എനർജീസ് ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ സ്ഥിരം പ്രാർത്ഥിക്കുന്ന ആൾക്കാരായിരിക്കാം. അതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് നിങ്ങളുടെ ടേൺ ആണ്, നിങ്ങളുടെ സമയമാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. ആൻഡ് ഓൾസോ നിങ്ങളെ ആ ഒരു സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു അദൃശ്യ ശക്തി എന്ന് പറയുന്നതും കാളിയമ്മയായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിരിക്കുന്ന ഒരുപാട് പോരായ്മകൾ, ഒരുപാട് തകർച്ചകൾ, അത് ഉറപ്പായിട്ടും ഈ ഒരു ദൈവം സോൾവ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇത്രയുമാണ് ലഭിച്ചിട്ടുള്ളത്. ഇപ്പൊ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2 ദിവസവും കൂടി ഉള്ളൂ. ഓഗസ്റ്റ് മാസം 2026 ഡിസ്കൗണ്ട് ആണ്. അപ്പൊ പേഴ്സണൽ റീഡിംഗ് ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, പോരാത്തിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിനും കൊടുത്തിട്ടുണ്ട്. സോ വാട്സപ്പിൽ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇടാം. സോ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും ബൈ.